ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. മൂത്തേടം കാരപ്പുറം കൽക്കുളത്ത് പുലി ആടിനെ കടിച്ചുകൊന്നു. പടുക്ക ഫോറസ്റ്റ് ഓഫീസിന് സമീപം നെല്ലിക്കുത്ത് കാരപ്പുറം റോഡരികിൽ മുണ്ടുകോട്ടയ്ക്കൽ ജോസ് തോമസ് എന്ന ബിജുവിന്റെ ആടുകളിൽ ഒന്നിനെയാണ് പുലി കടിച്ചുകൊന്നത്. ശനിയാഴ്ച രാവിലെ 5ഓടെയാണ് സംഭവം. ഉപജീവനത്തിനായി ആടുകളെ വളർത്തുന്ന ബിജുവിന്റെ വീടിനോട് ചേർന്ന കൂട്ടിൽ കയറി കെട്ടിയിട്ട ആടിനെയാണ് പുലി കടിച്ചുകൊന്നത്. 1 മാസം പ്രായമുള്ള 2 കുട്ടികളുള്ള ഈ ആടിന്റെ കഴുത്തിന്റെ ഇരുവശങ്ങളിലും ആഴത്തിലുള്ള മുറിവുണ്ട്. കൂട്ടിലെ മറ്റാടുകളുടെ ശബ്ദം കേട്ട് ഉണർന്ന ബിജുവിന്റെ മകനാണ് പുലിയെ കണ്ടത്. ആളനക്കം മനസ്സിലാക്കിയ പുലി സമീപത്തെ പടുക്ക വനത്തിലേക്ക് ഓടി മറയുകയായിരുന്നുവെന്ന് ബിജു പറയുന്നു. രാവിലെ നടത്തിയ പരിശോധനയിൽ കൂടിന് സമീപം നെല്ലിക്കുത്ത് കാരപ്പുറം റോഡരികിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. വിവരമറിഞ്ഞ് സമീപത്തെ പടുക്ക സ്റ്റേഷനിലെയും വള്ളവശ്ശേരി ഔട്ട് പോസ്റ്റിലെയും വനം ഉദ്യോഗസ്ഥരും നിലമ്പൂരിൽ നിന്നും വനം ദ്രുതസേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് കണ്ടെത്തി. മൂത്തേടം വെറ്ററിനറി സർജൻ ഡോക്ടർ റെയ്നു ഉസ്മാൻ ആടിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. അതേസമയം പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വനാതിർത്തിയിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാനും വനവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ആവശ്യപ്പെട്ടു. കാട്ടാനയും പുലിയും കടുവയും കരടിയും ഒക്കെ മലയോര ജനതയുടെ ഉറക്കം കെടുത്തുകയാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ ക്രിയാത്മക ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, എടക്കര. Charitra Vivag Bridal Collections by Shobhika Weddings.